അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചതാണ്. അല്ലാഹുവിന്റെ റസൂൽ ഓർമ്മപ്പെടുത്തുകയാണ്, ഒരു അടിമ ഏറ്റവും കൂടുതൽ റബ്ബിലേക്ക് അടുക്കുന്നത് സുജൂദിൽ കിടന്ന് പ്രാർത്ഥിക്കുമ്പോഴാണ്. അലി റളിയല്ലാഹു തആല അൻഹു അതുകൊണ്ടാണ് ഓർമ്മപ്പെടുത്തിയത്, പരിശുദ്ധമായ ബദറിന്റെ രണാങ്കണത്തിൽ ഞാൻ ശത്രുക്കളോട് പോരാടുകയാണ്. ഇടയ്ക്കിടയ്ക്ക് ഞാൻ അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കലേക്ക് കടന്നു വരുകയാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്ത് ചെയ്യുന്നു എന്ന് നോക്കാൻ വേണ്ടി ഞാൻ കടന്നു വരുമ്പോ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നോക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ വഹുവ സാജിദ്, സുജൂദിലാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സുജൂദിൽ കടന്നുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. യാ ഹയ്യു യാ ഖയ്യൂം, യാ ഹയ്യു യാ ഖയ്യൂം. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അസ്മാഉൽ ഹുസ്നയിൽ പെട്ടതായ പടച്ചറബിൻ്റെതായ സുവിശേഷമാകുന്ന നാമങ്ങളെ ഉച്ചരിച്ചുകൊണ്ട് പടച്ചറബിലേക്ക് കാര്യങ്ങളെ ബോധിപ്പിക്കുകയാണ്. ഹയ്യും ഖയ്യൂമുമായ അല്ലാഹ്, എന്നെന്നും ജീവിച്ചിരിക്കുന്നവനായ അല്ലാഹ്, നിലനിൽക്കുന്നവനായ അല്ലാഹ്, ഈ പ്രശ്നങ്ങളിൽ നിന്ന് പ്രയാസങ്ങളിൽ നീ അറുതി വരുത്തണേ അല്ലാഹ്, മുസ്ലിമീങ്ങളെ സഹായിക്കണേ അല്ലാഹ്. അലി റളിയല്ലാഹു തആല പറയുകയാണ്, ഞാൻ പ്രവാചകരുടെ ചാരത്ത് നിന്ന് വീണ്ടും യുദ്ധത്തിന്റെ മുഖത്തേക്ക് തിരിയുകയാണ്. 22 ആളുകളുടെ തല കൊയ്തെടുത്തുകൊണ്ട് ഞാൻ വീണ്ടും കടന്നു വരുകയാണ്. ബദറിനെ കുറിച്ചാണ് അലി റളിയല്ലാഹു അൻഹു പറയുന്നത്. ബദറിന്റേതാകുന്ന രണാങ്കണത്തിൽ നിന്ന് ഞാൻ ഇടയ്ക്കിടയ്ക്ക് റസൂലുള്ളാഹിയുടെ അടുക്കലേക്ക് വീണ്ടും വരുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ എന്താണ് ചെയ്യുന്നതെന്ന് നോക്കാൻ വേണ്ടി ഞാൻ ഇടയ്ക്കിടയ്ക്ക് കയറി വരുമ്പോ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂൽ വഹുവ സാജിദുൻ, സുജൂദിലാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സുജൂദിൽ കടന്നുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. യാ ഹയ്യു യാ ഖയ്യൂം, യാ ഹയ്യു യാ ഖയ്യൂം. ഹയ്യും ഖയ്യൂമുമായ അല്ലാഹ്, എന്നെന്നും ജീവിച്ചിരിക്കുന്നവനായ നാഥാ. അലി റളിയല്ലാഹു തആല പറയുകയാണ്, ഞാൻ നബി തങ്ങൾ നിസ്കരിച്ച് സുജൂദിൽ കിടന്നുകൊണ്ട് പൊട്ടിക്കരയുന്നത് കണ്ടുകൊണ്ട് ഞാൻ വീണ്ടും യുദ്ധത്തിന് പോവുകയാണ്. അങ്ങനെ ഞാൻ ചെയ്തുകൊണ്ടേയിരുന്നു. ഇലാൻ ഫതഹല്ലാഹു അലൈനാ, ബദറിൽ ഞങ്ങൾ പെന്നിക്കൊടി പാറിക്കുന്നത് വരെ, ബദറിൽ ഞങ്ങൾ വിജയക്കൊടി പാറിക്കുന്നത് വരെ, അല്ലാഹു ഞങ്ങൾക്ക് ഫതഹാക്കി തുറന്നു തരുന്നത് വരെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സുജൂദിലാണ്. എന്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ട സഹോദര സഹോദരിമാര്, കടാമ്പടിയിലുള്ള എത്രയോ സഹോദര സഹോദരിമാരുടെ ഉള്ളിലുള്ള പല വിഷമങ്ങളും പുറത്ത് പറയാൻ പറ്റാത്ത എത്രയോ മാനസികമാകുന്ന വിഭ്രാന്തികൾ ഉള്ള സഹോദര സഹോദരിമാരെ, സുജൂദിൽ കടന്നുകൊണ്ട് പടച്ച റബ്ബിലേക്ക് അർപ്പിക്കണേ, അല്ലാഹുവിലേക്ക് ഏൽപ്പിക്കണേ. ഹയ്യും ഖയ്യൂമുമായ അല്ലാഹ്, ഞങ്ങളുടെ പ്രശ്നങ്ങൾ അറുതി വരുത്തണേ അല്ലാഹ്. മനസ്സുകൊണ്ട് നീ സംസാരിക്കണേ. നിനക്ക് പടച്ച റബ്ബിലേക്ക് പറയാൻ പറ്റുന്ന ഭാഷ നിന്റെ മനസ്സുകൊണ്ടാണ്. നിന്റെ നാവ് കൊണ്ട് നീ പറയരുത്, നിന്റെ ഹൃദയം കൊണ്ട് നീ അല്ലാഹുവിലേക്ക് തുറന്ന് സംസാരിക്കണേ. മലയാളത്തിൽ പറയണ്ട, മലയാളത്തിൽ പറയുമ്പോൾ നിസ്കാരം ബാത്തിലാവും. അതുകൊണ്ട് എന്ത് ചെയ്യും? നിന്റെ ഹൃദയം കൊണ്ട് നീ സംസാരിക്കും, മനസ്സുകൊണ്ട് സംസാരിക്കും. അല്ലാഹുവിനോട് നീ മുനാജാത്ത് നടത്തും. അല്ലാഹു കബൂലാക്കുമാറാവട്ടെ. എല്ലാ വിഷമങ്ങളും പറയാം. ബദർ എന്ന് പറയുന്നത് മനുഷ്യന്, മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു വിജയം കിട്ടിയൊരു സംഭവമാണ്. അതിൽ കിട്ടാൻ കാരണം പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സുജൂദിൽ കിടന്നിട്ടുള്ള പ്രാർത്ഥന കൊണ്ടാണ്. മനസ്സിലാക്കണം. നമുക്ക് വിഷമങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട്, പക്ഷെ ദുആ ചെയ്യാൻ മടിയാണ്. ദുആ ചെയ്യുന്ന മജ്ലിസിൽ പങ്കെടുക്കാൻ മടിയാണ്, മജ്ലിസുൻ നൂറിൽ പങ്കെടുക്കാൻ മടിയാണ്, ദിക്റും സലാത്തും ചൊല്ലാൻ മടിയാണ്. അത്തരത്തിലുള്ള സദസ്സുകൾ നമുക്ക് വലിയ താല്പര്യമില്ലാത്തവരാണ്. നിസ്കാരം കഴിഞ്ഞ് ചാടി എഴുന്നേറ്റ് പോകുന്നവരാണ്. ദിക്റിനില്ല, സ്വലാത്തിനില്ല, ദുആയ്ക്കില്ല, ഒന്നും നമുക്ക് താല്പര്യമില്ല. എന്നാ നിസ്കാരമെങ്കിലും റാഹത്തായിട്ട് നിസ്കരിക്കുവോ? അതുമില്ല, അതും തലകുത്തി മറിച്ചിലാണ്. ഏറ്റവും ശ്രേഷ്ഠമായത് അമലാണ് നമസ്കാരം എന്നുള്ള കാര്യം ശ്രദ്ധിക്കണേ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞില്ലയോ,
إذا صلى العبد في أول وقتها صعدت إلى السماء حتى انتهى إلى العرش فيدعو الله له. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉറപ്പെടുത്തുകയാണ്, ഈ ദുനിയാവിലെ നമസ്കാരം ചിട്ടവെക്കുന്നവരെ, നമസ്കാരം ആദ്യവക്കത്തിൽ നിർവഹിക്കുന്നതായ സഹോദര സഹോദരി, നിനക്ക് കിട്ടുന്ന ശ്രേഷ്ഠത ചെറുതല്ല, ചെറുതല്ല. നമസ്കാരത്തെ ആദ്യവക്കത്തിൽ ശ്രദ്ധിക്കുന്ന സഹോദര, നീ നമസ്കരിച്ചു കഴിഞ്ഞാൽ നിന്റെ നമസ്കാരം അല്ലാഹുവിന്റെ ദർബാറിലേക്ക് ഉയരുകയാണ്. ആകാശ ലോകത്തേക്ക് നിന്റെ നമസ്കാരം ഉയരുകയാണ്. അർശിന്റെ ഉടമസ്ഥനായ പടച്ചറപ്പിന്റെ ദർബാറിലേക്ക് നിന്റെ നമസ്കാരം ചെല്ലുമത്രേ. നമസ്കരിച്ചവൻ അനുകൂലമായി നമസ്കാരം ദുആ ചെയ്യുകയാണ്, നമസ്കാരം പ്രാർത്ഥിക്കുകയാണ്. വെറുതെ നമസ്കരിച്ചവനല്ല, മറിച്ച് ബാങ്ക് വിളിച്ചപ്പോൾ കൃത്യമായി ജമാഅത്തുകൾക്ക് പങ്കെടുത്തവനാണ്. ബാങ്ക് വിളിച്ച സമയത്ത് തന്നെ തലയിൽ തട്ടമിട്ടുകൊണ്ട് ആദ്യ വക്കത്തിൽ തന്നെ വീടിന്റെ അകത്തളങ്ങളിൽ നമസ്കരിച്ച സഹോദരിയാണ്. നമസ്കാരത്തെ ശ്രദ്ധ വെച്ചതാകുന്ന ചെറുപ്പക്കാരനാണ്, നമസ്കാരത്തെ ശ്രദ്ധ വെച്ച സഹോദരിയാണ്. ആദ്യ വക്കത്തിൽ നമസ്കരിച്ചവരാണ്, ആദ്യ വക്കത്തിൽ നമസ്കരിച്ചവരാണ്. അർശിന്റെ ചുവടിലേക്ക്, അർശിന്റെ സവിധത്തിലേക്ക് നിന്റെ നമസ്കാരം എത്തുകയാണ്. നമസ്കരിച്ചവൻ അനുകൂലമായി അല്ലാഹുവിന്റെ ദർബാറിൽ വെച്ചുകൊണ്ട് നിസ്കാരം ദുആ ചെയ്യുമേ, പ്രാർത്ഥിക്കുമേ എന്ന് ഹബീബായ റസൂലുള്ളാഹി. കടാമ്പുഴയിലുള്ള സഹോദര സഹോദരിമാര് ശ്രദ്ധിക്കണേ, ഇന്ന് മഗ്രിബ് നമസ്കാരം കൃത്യമായി നമസ്കരിച്ചവരെ, ഇശാ നമസ്കാരം കൃത്യമായി നമസ്കരിച്ചവരെ, നിങ്ങൾക്ക് അനുകൂലമായി റബ്ബിന്റെ ദർബാറിലേക്ക് നിങ്ങൾ സലാം വീട്ടിയാൽ നമസ്കാരം എത്തിയിട്ട് റബ്ബിന്റെ ദർബാറിൽ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് അനുകൂലമായി നിസ്കരിച്ച നമസ്കാരം ദുആ ചെയ്യുകയാണ്, ദുആ ചെയ്യുകയാണ്. ഹഫിളകല്ലാഹു കമാ ഹഫിളതനി, ഹഫിളകല്ലാഹു കമാ ഹഫിളതനി. നമസ്കാരമാകുന്ന എന്നെ നീ കാത്തു സംരക്ഷിച്ചതുപോലെ, നമസ്കാരമാകുന്ന എന്നെ നീ ക്രിയാത്മകമാക്കിയതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവിധ അപകടങ്ങളെ തൊട്ട്, ദുരിതങ്ങളെ തൊട്ട്, വിപത്തുകളെ തൊട്ട് നിന്നെ കാത്ത് സംരക്ഷിക്കട്ടെ എന്ന്, നിനക്ക് അനുകൂലമായി നിസ്കാരം ദുആ ചെയ്യുമേ എന്ന് ഹബീബായ റസൂലുള്ളാഹി. അല്ലാഹുവേ, ഞങ്ങൾ ആ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേ അല്ലാഹ്, നീ ഉൾപ്പെടുത്തണേ അല്ലാഹ്. ഫയഖൂലുൽ മലായികതു ആമീൻ. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, സഹാബാ സഹാബാ, അല്ലാഹുവിന്റെ അർശിനെ വലയം ചെയ്യുന്ന കോടാന കോടി മലക്കുകൾ അതിന് ആമീൻ പറയുമത്രേ, ആമീൻ പറയുമത്രേ. ഇസ്തജിബ് യാ അല്ലാഹ്, ഇസ്തജിബ് യാ അല്ലാഹ്. അല്ലാഹുവേ, നീ ഉത്തരം ചെയ്യണേ അല്ലാഹ്, നീ നമസ്കാരത്തിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകണേ അല്ലാഹ് എന്ന് നിസ്കരിച്ച നമസ്കാരത്തിന്റെ പ്രാർത്ഥനയ്ക്ക് അനുകൂലമായി അല്ലാഹുവിന്റെ അർശിനെ വലയം ചെയ്യുന്ന മലക്കുകൾ ആമീൻ പറയുമെന്ന് ഹബീബായ റസൂലുള്ളാഹി. ഇതിനേക്കാൾ വലുത് വേണോ സഹോദര, ഇതിനേക്കാൾ വലുത് വേണോ പെങ്ങളെ? നമസ്കാരം ചിട്ടവെക്കണേ, നമസ്കാരം ചിട്ടവെക്കണേ. ഏത് മജ്‌ലിസിലേക്ക് പോയാലും, സലാത്തിന്റെ മജ്‌ലിസിലേക്ക് പോയാലും, ഇൽമിന്റെ മജ്‌ലിസിലേക്ക് പോയാലും, ഏതൊക്കെ മാളുകളിലേക്ക് പോയാലും, ഏതൊക്കെ പാർക്കിലേക്ക് പോയാലും, ഏതൊക്കെ ബിസിനസ് സമ്പ്രദായത്തിന് നീ പോയാലും നമസ്കാരത്തെ നീ ഭംഗം വരുത്തരുതേ, നമസ്കാരത്തെ ഭംഗം വരുത്തരുതേ. നമസ്കാരത്തെ ഭംഗം വരുത്തിയിട്ടുള്ള സലാത്ത് മജ്‌ലിസാകട്ടെ, നമസ്കാരത്തെ ഭംഗം വരുത്തിയിട്ടുള്ള ദിക്റിന്റെ മജ്‌ലിസാകട്ടെ, നിനക്ക് ഫലം ചെയ്യില്ല പെങ്ങളെ, ഫലം ചെയ്യില്ല സഹോദര. അതുകൊണ്ട് നിന്റെ
ജീവിതത്തിന്റെ ഏറ്റവും വലിയ കാതലായിട്ട് വേണ്ടത് നമസ്കാരമാണ്. നമസ്കാരമാണ്. നമസ്കാരമില്ലാത്തവൻ സിയാറത്ത് ചെയ്തിട്ട് കാര്യമില്ല. നമസ്കാരമില്ലാത്തവൻ സദഖ നൽകിയിട്ട് കാര്യമില്ല. നമസ്കാരമില്ലാത്തവൻ പരിശുദ്ധമായ കഅബയുടെ കല്ല് പിടിച്ചുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്തിട്ട് കാര്യമില്ല. നമസ്കാരമില്ലാത്തവൻ നിരാലംബർക്ക് അവലംബമായതുകൊണ്ടോ നിരാശരർക്ക് ആശ്രയത്വം കൊടുത്തതുകൊണ്ടോ സ്വലാത്ത് മജ്ലിസ് സംഘടിപ്പിച്ചതുകൊണ്ടോ ഒരു കാര്യവുമില്ല. നമസ്കാരം കാതലാണ്. നാളെ സ്വർഗത്തിലേക്ക് എത്തുമ്പോ ആ സ്വർഗത്തിന്റെ താക്കോല് നിനക്ക് വേണോ? മിഫ്താഹുൽ ജന്നതി അസ്സലാ. ആ സ്വർഗത്തിന്റെ താക്കോല് നിസ്കാരമാണ്. നമസ്കാരമില്ലാത്ത സഹോദരാ, നമസ്കാരമില്ലാത്ത സഹോദരി, നിനക്ക് ആ സ്വർഗത്തിന്റെ വീട്ടിലേക്ക് കടക്കാൻ കഴിയുകയില്ല. താക്കോല് വേണ്ടേ വീട്ടിലേക്ക് കടക്കണമെങ്കിൽ? താക്കോലില്ല. താക്കോൽ എന്തുകൊണ്ടാ കിട്ടുക? നിസ്കരിക്കുന്നതിലൂടെയാണ്. അല്ലാഹു തൗഫീഖ് തരട്ടെ. ആമീൻ പറയുന്ന അല്ലാഹു തൗഫീഖ് തരട്ടെ. നമസ്കാരം വെറുതെ നിസ്കരിക്കല്ല, ആദ്യ വഖത്തിൽ നിസ്കരിക്കണം. അവിടെയാണ് ശ്രേഷ്ഠത. എങ്കിൽ നിനക്ക് അനുകൂലമായി ദുആ ചെയ്യും. അപ്പൊ പ്രതികൂലമായി ദുആ ചെയ്യും ഉസ്താദേ. പ്രതികൂലമായി ദുആ ചെയ്യും എപ്പോൾ? നമസ്കാരം സമയത്തല്ല നിർവഹിക്കുന്നതെങ്കിൽ. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ.